വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞത് എന്താണ് ഖബർ എന്ന് വിശദീകരിച്ചു അല്ലേ. അൽ ഖബറുൽ മുതിമ്മുൽ ഫായിദ. അതുകൊണ്ട് ഫായിദ, അതും ഖബർ മുബ്തദയും കൂടിയുള്ള ഫായിദ അങ്ങ് പൂർത്തിയാവും. ഫീലും ഫായിലും എന്ന് പറഞ്ഞതുപോലെ മുബ്തദയും ഖബറും. അപ്പോൾ ആ ഫായിദയെ പൂർത്തീകരിക്കുന്ന സാധനമാണ് ഖബർ. മുബ്തദ കൊണ്ട് എന്ത് ഫായിദയാണ് നമുക്ക് കിട്ടേണ്ടത്, അതിനെ പൂർത്തീകരിക്കുന്നതാണ് ഖബർ. ഇനി ഖബർ എങ്ങനെയൊക്കെയാണ് വരിക? ഖബർ മുഫ്രദായിട്ട് വരും. അപ്പോൾ ജുംലയായിട്ടും ഖബർ ഉണ്ടാവും. ഒറ്റ കലിമത്തായ ഖബർ ഉണ്ടാവും, ഒരു ജുംല സെൻറ്റൻസ് ആയിട്ടും ഖബർ ഉണ്ടാവും. അതാണ് മുഫ്രദൻ യഅതി വയഅതി ജുംല ഹാവിയതൻ മഅനല്ലദി സീഖത്തില വഇൻ തകുൻ ഇയ്യാഹു മഅനാൻ ഇക്തഫ ബിഹാ കനുതുകില്ലാഹു ഹസ്ബി വാഖഫ. ശറഹ് വായിക്കാം. യൻഖസ്മുൽ ഖബറു, ഖബർ കിസ്മാവും. എവിടെ കിസ്മാവും? ഇലാ മുഫ്രദിൻ വ ജുംലത്തിൻ, മുഫ്രദിലേക്കും ജുംലയിലേക്കും കിസ്മാവും. വസയത്തിൽ കലാമു അതിൽ മുഫ്രദിനെ കുറിച്ച് നമുക്ക് അടുത്ത ഷർഹിൽ പറയാം. ഫഅമ്മൽ ജുംലത്തു, ജുംലയായി വന്ന ഖബർ, അത് ഫഇമ്മാ അൻ തകൂന ഹിയൽ മുബ്തദഅ ഫിൽ മഅന ഔലാ. അപ്പോൾ അവിടെ രണ്ട് കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒരു ഖബർ ജുംലയായി വന്നാൽ ആ ജുംല തന്നെ ഒന്നെങ്കിലൊരു മുബ്തദയായിരിക്കും, മഅനയിൽ അതൊരു മുബ്തദയായിരിക്കും, അല്ലെങ്കിൽ മുബ്തദയാവില്ല. എന്താണെന്ന് ഉദാഹരണം പറയാൻ മനസ്സിലായോ? അപ്പോൾ ആ ജുംലയായി വന്ന ഖബർ ഒന്നുകിൽ അത് വേറൊരു മുബ്തദയായിരിക്കും, അല്ലെങ്കിൽ മുബ്തദയാവില്ല. ഫഇല്ലം തകുൻ ഹിയൽ മുബ്തദഅ ഫിൽ മഅന, മഅനയിൽ ആ ഖബർ മുബ്തദയല്ല എങ്കിൽ, മുബ്തദയാണ് എങ്കിൽ എന്താണെന്ന് പിന്നെ പറയും. മുബ്തദ അല്ല എങ്കിൽ ഫലാ ബുദ്ദ ഫീഹ, അത്യാവശ്യമാണ് മിൻ റാബിത്തിൻ, ഒരു റാബിത്ത്, ഒരു ലിങ്ക് വേണം. യർബിത്തുഹ, ആ ഖബറിനെ ബന്ധിക്കും, ആ ജുംലയെ ബന്ധിക്കും ബിൽ മുബ്തദീനേക്ക്. അപ്പോൾ മുബ്തദുമായിട്ട് ഖബറിനെ ബന്ധിക്കുന്നൊരു ജുംല, ഒരു ലമീർ, ഒരു റാബിത്ത് നടത്തും. ലമീറല്ല, ഒരു ലിങ്ക്, ഒരു ബന്ധം ഏതിൽ വേണം? ആ ജുംലയിലുണ്ടാകും. വഹാദ മഅന ഖൗലിഹി, ഇതാണ് മുസന്നിഫിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഹാവിയത്തൻ മഅനല്ലദീ സീഖത്തില, ഈ റാബിത്ത് വേണം, മുബ്തദയുമായി ബന്ധിക്കുന്ന റാബിത്ത് വേണം എന്നതാണ് ഏത് ബൈത്തിൻ്റെ അർത്ഥം? ഹാവിയത്തൻ, ആ ജുംല, ഖബർ ജുംലയായി വന്നാൽ ജുംലയായിരിക്കും. എന്തായിരിക്കും? ഹാവിയത്തൻ, ഉൾക്കൊള്ളിച്ചതായിരിക്കും. മഅനൻ, ഒരർത്ഥത്തെ ഉൾക്കൊണ്ടതായിരിക്കും. എങ്ങനത്തെ അർത്ഥമാണ്? അല്ലദീ, എങ്ങനത്തെ അർത്ഥമാണ്? സീഖത്ത്, ആ മഅന കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ലഹു, ആ മുബ്തദയിനു വേണ്ടി. അപ്പം മുബ്തദയിന് വേണ്ടി വന്ന ഒരു മഅന എവിടെ ഉണ്ടാകും? ആ ജുംലയിലുണ്ടാകും, ആ ഖബറിലുണ്ടാകും. അതായത് ആ ജുംലയിൽ ആ മുബ്തദയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാകും, ഒരു റാബിത്ത് ഉണ്ടാകും. റാബിത്ത് പല കോലത്തിലാവാം. ഒന്നെങ്കിൽ ഇമ്മാബി ലമീരിൻ, ഒരു ലമീറാവാം. യർജിഉൽ മുബ്തദയിലേക്ക് മടങ്ങുന്ന ലമീറാകാം. നഹു സയ്യിദുൻ കാമ അബൂഹു, ഇവിടെ സയ്യിദ് എന്നുള്ളത് മുബ്തദയാണ്, കാമ അബൂഹു എന്നുള്ള ജുംലയാണത്, ഖബറാണ്. ഓക്കെ, ആ ഖബറിലപ്പോൾ ഒരു ലിങ്ക് എന്താണ്? അബൂഹു എന്നുള്ള ലമീർ കണ്ടോ? ആ ലമീറാണ് അവിടെ ലിങ്ക്, ബന്ധം, മുബ്തദയിലേക്ക് ചേർക്കുന്നത്. ഫഖദ് യകൂനു ലമീർ മുഖദ്ദറൻ, ചിലപ്പം ലമീർ എന്താവും? മുഖദ്ദറാവും. ഇതുപോലെ ഇങ്ങനെ ലാഹിറായി കണ്ടോളണമെന്നില്ല. ഉദാഹരണം, അസ്സംനു മനവാനും ബിദിർഹമിൻ. സെമിനാൽ വെണ്ണയല്ലേ, നെയ് മനവാനിൻ, രണ്ട് തൂക്കമാണ്, രണ്ട് അളവാണ്. മനവാൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്കിയാലാണ്, ഒരു അളവാണ് മനവാൻ. മന എന്നുള്ളതിൻ്റെ തെസ്നിയാണെന്ത്? മനവാൻ. അസയ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു മിക്കിയാലാണ്, ഒരു വസിനാണ്. ബിദിർഹമിൻ, ഒരു ദിർഹമിനിക്ക് രണ്ട് മനവാനാണെന്ത്? രണ്ട് മന ആണ് സിമ്മിന് കിട്ടുക. അപ്പോൾ ഈ മനവാൻ എന്നുള്ളതിൻ്റെ തഖ്ദീർ എന്താണ്? മനവാനും മിൻഹു ബിദിർഹമിൻ എന്നാണ്. അപ്പോൾ മിൻഹു എന്നുള്ള അവിടെ എന്തുണ്ട്? ഒരു മുഖദ്ദറായ ലമീറുണ്ട്.
ആ ലമീറാണ് എവിടേക്ക് മടങ്ങുന്നത്? മുബത്തദിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ആ റാബിത്ത് ഒന്നെങ്കിൽ ലമീറാകും, ലാഹിറായ ലമീറാകും, അല്ലെങ്കിൽ മുഖദ്ദറായ ലമീറാകും. അല്ലെങ്കിലോ ഔ ഇഷാറത്തുൻ ഇതിൽ മുബത്തദൈ, അല്ലെങ്കിൽ ആ ലിങ്ക് റാബിത്ത് എന്താവും? മുബത്തദിലേക്ക് ഒരു ഇഷാറത്തായിരിക്കും, ഒരു ഇഷാറ. ഉദാഹരണം കൗലിഹി തആല, ആയത്ത് പോലെ വലിബാസു തഖ്വ ദാലിക ഖൈർ. അപ്പോൾ ദാലിക എന്നുള്ളത് അവിടെ ഇഷാറത്താണ്. അതാണ് അവിടെ എന്ത്? ഈ ജുംലയിൽ ഈ ഖബറിലുള്ള റാബിത്ത. ഫി ഖിറാഅത്തി മൻ റഫഅൽ ലിബാസ്, ലിബാസു എന്നോദിയ ഇവരുടെ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ റാബിത്ത എങ്ങനെയൊക്കെ ആവാമെന്ന് പറഞ്ഞു? ലമീറാകാം, ആ ലമീർ തന്നെ ലാഹിറായ ലമീറാകാം, മുഖദ്ദറായ ലമീറാകാം. അല്ലെങ്കിൽ ആ റാബിത്ത ഒരു ഇഷാറത്താകാം. അല്ലെങ്കിലോ ഔ തക്റാറുൽ മുബത്തദി ബിലഫ്ലിഹി, മുബത്തദ് ഒന്നുകൂടെ എന്താക്കുക? അതിൻ്റെ ലഫ്ൽ തന്നെ ഒന്ന് ആവർത്തിച്ച് വരിക. അതും എന്താണ്? ഒരു റാബിത്തയാണ്. ഈ ലമീർ ഇങ്ങനെ ആവർത്തിച്ച് വരൽ എവിടെ ഉണ്ടാവുക? വഖ്സറുമായ കൂനുഫി മവാലി തഫ്ഹീമി, തഫ്ഹീമിൻ്റെ സന്ദർഭങ്ങളിലാണ് കൂടുതലും മുബത്തദിന് ആവർത്തിച്ച് വരലുണ്ടാവുക. തഫ്ഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗൗരവമായി പറയുന്ന വിഷയങ്ങൾ. ഉദാഹരണം അൽ ഹാഖത്തു മൽ ഹാഖ, അൽ ഖാരിയത്തു മൽ ഖാരിയ. അപ്പോൾ ഇവിടെ അൽ ഖാരിയ എന്നുള്ളത് എന്താണ്? മുബത്തദാണ്. അപ്പോൾ മൽ ഖാരിയ, അൽ ഖാരിയത്തു മൽ ഖാരിയ വമാദറാക മൽ ഖാരിയ, ഇങ്ങനെ വന്ന ആ മുബത്തദ ഖബറിൽ ആ ജുംലയായ ഖബറിനെ, ജുംലയായി വന്ന ഖബറിൽ നിന്ന് മുബത്തദിലേക്ക് മടങ്ങുന്ന റാബിത്ത് എന്താണ് ഇവിടെ? രണ്ടാമത് ആവർത്തിച്ച് വന്ന ആ മുബത്തദിൻ്റെ അതേ ലഫ്ലാണ് മൽ ഹാക്ക എന്നുള്ളത്, മൽ ഖാരിയ എന്നുള്ളത്. അപ്പോൾ ഇത് തഫ്ഹീമിൻ്റെ ഒരു ഉദാഹരണമാണ്. വഖദ് യുസ്തഅമലു ഫി ഗൈരിഹ, തഫ്ഹീം അല്ലാത്തയിടത്തും ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ മുബത്തദിൻ്റെ അതേ ലഫ്ൽ തന്നെ ആവർത്തിച്ച് വന്നുകൊണ്ട്. ഏതുപോലെ? കൗലിക സൈദുൻ മാ സൈദുൻ, ഓക്കെ, സൈദുൻ മാ സൈദുൻ എന്നതുപോലെ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ലമീർ ആവുക, ലമീർ തന്നെ ലാഹിറായ ലമീർ അല്ലെങ്കിൽ മുസ്തത്തിറായ ലമീർ, പിന്നെ ഇഷാറത്താവാം, അല്ലെങ്കിൽ മുബത്തദിൻ്റെ ലഫ്ൽ തന്നെ ആവർത്തിച്ച് വരലാവാം. അല്ലെങ്കിലോ ആ ഉമൂമിന് യദ്ഖുലു തഹ്തഹുൽ മുബത്തദഉ, മുബത്തദ് അടങ്ങിയ ഒരു ആമായ പദം വരിക. ഒരു ഉദാഹരണം സയ്യിദുൻ നിയമർ റജുലു, സയ്യിദുൻ നിയമർ റജുലു. അപ്പോൾ ഈ റജുലൂന്ന് പറഞ്ഞതിൽ എന്ത് പെട്ടിട്ടുണ്ട്? ആദ്യം സയ്യിദ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? സയ്യിദിനെക്കാട്ടും ആമായ ഒരു ഉപയോഗമാണ്, പദമാണ് റജുല്. അപ്പം അങ്ങനെ ആ മുബത്തദ് അടങ്ങുന്ന ആമായ ഒരു കലിമത്ത് ആ ഖബറിൽ വരിക. ഇതൊക്കെയാണ് എന്ത്? റാബിത്ത. ഈ റാബിത്ത എവിടെയാണ് വേണ്ടത്? ഖബർ ജുംലയായി വരികയും, ജുംലയായിട്ട് ഖബർ വരികയും ആ ജുംല തന്നെ ഒരു ജുംല തന്നെ വേറൊരു മുബത്തദ് ആവാതിരിക്കും ചെയ്യുക. അത്ര സന്ദർഭങ്ങളിലാണ്. ഇനി ആ ഖബറായി വന്ന ജുംലയായിട്ട് ഖബർ വന്നാൽ ആ ഖബർ തന്നെ മറ്റൊരു മുബത്തദയാണെങ്കിൽ, അർത്ഥത്തിൽ മറ്റൊരു മുബത്തദയാണെങ്കിൽ അവിടെ റാബിത്ത വേണോ വേണ്ടേ? വൈൻ ഗാനത്തിൽ ജുംലത്തുൽ വാഖിഅത്തു ഖബറൻ, ഖബറായിട്ട് വന്ന ജുംല ആണെങ്കിൽ ഹിയൽ മുബത്തദ ഫിൽ മാന, ആനയിൽ അത് തന്നെ ഒരു മുബത്തദയാണ് എങ്കിൽ ലം തഹ്തജ് ഇലാ റാബിത്തിൻ, അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? റാബിത്തിൻ്റെ ആവശ്യമില്ല. മുബത്തദിലേക്ക് മടങ്ങുന്ന റാബിത്തിൻ്റെ ആവശ്യമില്ല. വഹാദ മാന ഖൗലി, ഇതാണ് മുസന്നിഫിൻ്റെ വാക്കിൻ്റെ ഉദ്ദേശം. ഏത് വാക്കിൻ്റെ? വൈൻ തക്കുൻ ഇലാ ആഖിറിൽ ബൈത്തി എന്ന രണ്ടാമത്തെ ബൈത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. വൈൻ തക്കുൻ, അപ്പോൾ അതാ ബൈത്തിൻ്റെ അർത്ഥം എന്തായി? വൈൻ തക്കുൻ ഇയാഹു മഅന നിക്തഫ ബിഹ കനുതകില്ലാഹു ഹസ്ബി വാക്കഫ എന്നാണ് ബൈത്ത്. വൈൻ തക്കുൻ അൽ ജുംലത്തു, ജുംല ആണെങ്കിൽ, ഇയാഹു മുബത്തദ് ആണെങ്കിൽ, അങ്ങനെ അർത്ഥം. വൈൻ തക്കുൻ ഇയാഹു, ആ ഖബറായി വന്ന ജുംല ആണെങ്കിൽ, ഇയാഹു മുബത്തദ് ആണ് എങ്കിൽ, ഫിൽ മാന, മാനയിൽ മുബത്തദ് ആണെങ്കിൽ, ഇക്തഫ ബിഹാ റാബിത്തി, റാബിത്തിന് പകരം ഒരു ബന്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, റാബിത്ത് വേണമെന്ന്. അതിന് പകരം എന്ത് തന്നെ മതി? ആ മുബത്തദായി വന്ന ആ ജുംല തന്നെ മതി. ഏതുപോലെ? നുതുക്കില്ലാഹു ഹസ്ബി, നുതുക്കി അള്ളാഹു ഹസ്ബി എന്നതുപോലെ.
അപ്പോൾ ഇതിൽ നുത്ഖി എന്നുള്ളത് എന്താണ്? മുബത്തദഉൻ അവ്വലുൻ, ഒന്നാമത്തെ മുബത്തദാണ്. വൽ ഇസ്മുൽ കരീമു, അള്ളാഹു എന്ന ഇസ്മു കരീം മുബത്തദുൻ സാനി, രണ്ടാമത്തെ മുബത്തദാണ്. അപ്പോൾ ഹസ്ബി എന്നുള്ളത് ഖബറുൻ അനിൽ മുബത്തദഇ സാനി, രണ്ടാം മുബത്തദായ അള്ളാഹ് എന്നതിൻ്റെ ഖബറാണ് എന്ത്? ഹസ്ബി എന്നുള്ളത്. വൽ മുബത്തദഉ സാനി വ ഖബറുഹു, രണ്ടാം മുബത്തദായ അള്ളാഹ് എന്നുള്ളതും അതിൻ്റെ ഖബറായ ഹസ്ബി എന്നതും ഖബറുൻ അനിൽ മുബത്തദഇൽ അവലി, ഒന്നാം മുബത്തദിൻ്റെ ഖബറാണ്. ഓക്കെ. വസ്തഗ്നായ റാബിത്തി, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റാബിത്തിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? ആ ജുംലയായി വന്ന ഖബർ തന്നെ എന്താണ്? അവിടെ ഒരു മുബത്തദ് ആണ്. അതുകൊണ്ട് അവിടെ ഒന്നാം മുബത്തദിലേക്ക് മടങ്ങുന്ന റാബിത്ത് വേണ്ട. ലിഅന്ന ഖൗലക അല്ലാഹു ഹസ്ബി, കാരണം അല്ലാഹു ഹസ്ബി എന്നുള്ളത് ഹുവ മഅന നുത്ഖി. കാരണം ഇതിൽ അല്ലാഹു ഹസ്ബി എന്നുള്ള ആ ഖബറിൻ്റെ അർത്ഥം എന്താണ്? ഹുവ മഅന നുത്ഖി, നുത്ഖി എന്നതിൻ്റെ മഅന തന്നെയാണ്. വക്കദാലിക, നമ്മൾ എവിടെ പറയുന്ന പോലെ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുപോലെ. അപ്പോൾ എന്തായത് സംഭവം മനസ്സിലായോ? വൈൻ തക്കുൻ വ മുഫ്രദൻ, മുഫ്രദായിട്ട് എത്തിയ ഖബർ വരും. വയത്തി ജുംല, ജുംലയായിട്ടും ഖബർ വരും. ജുംലയായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹാവിയത്തൻ, ആ ഖബർ ആ ജുംല ഉൾക്കൊള്ളിക്കുന്ന സാഹചര്യത്തിൽ, ഉൾക്കൊള്ളിക്കുന്നവനായ അവസ്ഥയിൽ. എന്തിനെ? മാനൻ, ഒരു മാനയെ. എങ്ങനത്തെ മാനയാണ്? അല്ലദി സീഖത്ത്, ആ ജുംല കൊണ്ടുവന്നിരിക്കുന്നു ലഹുവ മാനക്ക് വേണ്ടി. ഏത് മാനക്ക് വേണ്ടിയാണോ? അപ്പോൾ അത് ജുംലക്ക് മുബത്തദിന് വേണ്ടിയാണല്ലോ. ഏത് മാനക്ക് വേണ്ടിയാണോ ആ ജുംല കൊണ്ടുവന്നിരിക്കുന്നത്, ആ മാനയെ ഉൾക്കൊള്ളിക്കുന്ന ജുംലയായിരിക്കും. ആ മാനയെ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ആ മാനയിലേക്ക് മടങ്ങുന്ന ഒരു ബന്ധം ആ ജുംലയിലുണ്ടാകും. ഓക്കെ. ഇനി വൈൻ തക്കുൻ, ഇനി ആ ജുംല ആയാൽ, ഇയാഹു, ആ ജുംല മുബത്തദ് ആയാൽ, മാനൻ നൽകി മുബത്തദ് ആയാൽ, ആ ജുംല മാനൻ നൽകി മുബത്തദ് ആയാൽ, ഇക്തഫ ബിഹ, ആ ജുംല തന്നെ മതി. എന്തായിട്ട്? റാബിത്തയായിട്ട്. അവിടെ വേറെ റാബിത്തിൻ്റെ ആവശ്യമില്ല. ഏതുപോലെ? കനുത്ഖില്ലാഹു ഹസ്ബി, കനുത്ഖി അല്ലാഹു ഹസ്ബി എന്ന് പറയുന്നത് പോലെ. വഖഫാ ബിഹി, വഖഫ എന്ന് പറഞ്ഞാൽ വഖഫാ ബിഹി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മതിയാകുന്നതാണ്. വേറെ റാബിത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ജുംലയായിട്ട് ഖബർ വന്നുള്ള സംഗതിയാണ് പറഞ്ഞത്. ഇനി മുഫ്രദാണെങ്കിലോ? വൽ മുഫ്രദുൽ ജാമീദു ഫാരിഗുൻ വ ഇൻ യുസ്തഖ ഫഹുവ ദു ദമീരിൻ മുസ്തഖിൻ തഖദ്ദമൽ കലാമു ഫിൽ ഖബരി ഇദാ കാന ജുംലത്തുൻ. ജുംലയായിട്ട് ഖബർ വന്നുള്ള വിഷയമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് വ അമ്മൽ മുഫ്രദിന്, മുഫ്രദാണെങ്കിൽ, മുഫ്രദാകുമ്പോൾ എന്താ പ്രത്യേകത? ഫൈമ യകൂന ജാമിദൻ, ഒന്നെങ്കിൽ ജാമിദായ പദമായിരിക്കും, അത് മുസ്തഖൻ, അല്ലെങ്കിൽ മറ്റു വല്ല ലഫ്ദൊന്നും മുസ്തഖായി എടുത്ത പദമായിരിക്കും. മുഫ്രദാകുമ്പോൾ ഒന്നെങ്കിൽ ജാമിദായിരിക്കും, അതായത് മുസ്തഖല്ലാത്ത, തനിച്ച ആ കലിമത്ത് മാത്രമേ അതിലുണ്ടാവുള്ളൂ. സയ്യിദുൻ, അഹ് ഒക്കെ പോലെ വേറൊരു കലിമത്തിന് എന്തല്ല? മുസ്തഖല്ല. അല്ലെങ്കിൽ ആ മുസ്തഖിൽ മുസ്തഖായിരിക്കും. വൈങ്കാന ജാമിദൻ, ഇനി അത് ജാമിദായാൽ, ഒന്നെങ്കിൽ ജാമിദായിരിക്കും അല്ലെങ്കിൽ മുസ്തഖായിരിക്കും. ജാമിദായാൽ ഫദക്കർ മുസന്നിഫ് പറയുന്നു ഹു യകൂനു ഫാരിഗം മിൻ ലമീരി, അപ്പോൾ അതിലെന്തുണ്ടാവില്ല? ലമീറൊന്നും ഉണ്ടാവില്ല. നെഹു സൈദുൻ അഹൂക്ക പോലെ. അവിടെ എന്തില്ല? നെഹുൻ അഹൂക്ക ഹുവാന്നോ അങ്ങനൊന്നുമില്ല. അപ്പോൾ ദഹബൽ കസായിയു വ റുമ്മാനിയു വ ജമാഅത്തുൻ, ഒരു വിഭാഗം ആളുകളും റുമ്മാനി ഇമാമും കസാ ഇമാമൊക്കെ അവരുടെ അഭിപ്രായം എന്താണ്? ഇലാ അന്നഹു യതഹമ്മലുൽ ലമീറ, അവിടെയും ഒരു ലമീർ ഉണ്ട് എന്നാണ്. തഖ്ദീറു, അപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ്? തഖ്ദീറു ഇന്ദഹും സൈദുൻ അഹൂക്ക ഹുവ എന്ന് അവിടെ ഉണ്ട് എന്നാണ് ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം. വ അമ്മൽ ബസരിയൂന, ബസറക്കാരെന്താ പറഞ്ഞതെന്നറിയോ? ഇമ്മാ യകൂനൽ അവരുടെ അഭിപ്രായത്തിൽ ഇമ്മാ യകൂനൽ ജാമിദ് മുത്തളമ്മിനൻ മാനൽ മുസ്തഖി ഔല. അപ്പോൾ ജാമിദായ ഖബറാണെങ്കിൽ, ഖബറായ മുഫ്രദ് ജാമിദാണെങ്കിൽ ഒന്നെങ്കിൽ അതിൽ മുസ്തഖിൻ്റെ അർത്ഥം ഉണ്ടാകും, അല്ലെങ്കിൽ മുസ്തഖിൻ്റെ അർത്ഥം ഉണ്ടാവില്ല. വൈൻ തളമ്മന മാനാഹു, ആ ജാമിദിൽ മുസ്തഖിൻ്റെ അർത്ഥം ഉണ്ട് എങ്കിൽ തഹമ്മൽ ലമീറ, അവിടെ ലമീർ ഉണ്ടാകും. ഇല്ലം യത്ലമ്മൻ മാനാഹു,
ആ മുസ്തക്കിൽ ആ ജാമിദിൽ മുസ്തക്കിൻ്റെ അർത്ഥം ഇല്ല എങ്കിൽ ലം യതഹമ്മലുൽ ലമീർ, ലമീറിനെ അവിടെ ഉണ്ടാവില്ല, ലമീർ വഹിക്കൂല. കമാ മുസ്ലിം ഉദാഹരണം പറഞ്ഞതുപോലെ, സൈദുൻ അഖൂക പോലെ. അപ്പോൾ ഈ ജാമിദിൽ എങ്ങനെ മുസ്തക്കിൻ്റെ അർത്ഥം ഉണ്ടാവുക? ഉദാഹരണം സൈദുൻ അസദുൻ എന്ന് പറഞ്ഞു, നെഹ്വു സൈദുൻ അസദുൻ. അപ്പോൾ സൈദ് അസദാണ്, പുലിയാണ്. അസദ് എന്നതിൽ വേറെ എന്തോ ഒരു അർത്ഥം കൂടി ഉണ്ട്, ഷുജാവുൻ, ധീരനാണ്, ധൈര്യമുള്ളവനാണ് എന്ന അർത്ഥം കൂടി എന്തിനുണ്ട്? അസദിനൊക്കെയുണ്ട്. അപ്പോൾ അതുപോലെ ജാമിദായ മുഫ്രദ് മുസ്തക്കിൻ്റെ അർത്ഥം വഹിക്കുന്നതാണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ലമീർ ഉണ്ടാകും. മുസ്തക്കിൻ്റെ അർത്ഥമില്ലാത്ത ജാമിദാണെങ്കിൽ അവിടെ ലമീർ ഉണ്ടാവുകയും ചെയ്യൂല. ഓക്കെ. അപ്പോൾ മുഫ്രദാകുമ്പോൾ ഖബർ മുഫ്രദായാൽ ഒന്നുകിൽ അത് ജാമിദായിരിക്കും, അല്ലെങ്കിൽ അത് മുസ്തക്കായിരിക്കും. ജാമിദാണ് എങ്കിൽ അവിടെ ലമീർ ഉണ്ടാവില്ല, മുസ്തക്കാണെങ്കിൽ അവിടെ ലമീർ ഉണ്ടാകുന്നതാണ്. ഓക്കെ. ബസറക്കാർ പറഞ്ഞ എന്താ വെച്ചാൽ, ജാമിദാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ അതിന് മുസ്തക്കിൻ്റെ അർത്ഥം ഉണ്ടാകും, അർത്ഥം ഉണ്ടാവില്ല. മുസ്തക്കിൻ്റെ അർത്ഥം ഉള്ളതാണ് എങ്കിൽ അവിടെ ലമീർ ഉണ്ടാകും, മുസ്തക്കിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ ലമീർ ഉണ്ടാവില്ല. ഇനി വൈകാനം മുസ്തക്കാണെങ്കിലോ ഫദക്കർ മുസന്നിഫിൻ്റെ അഭിപ്രായം അന്നഹു യതഹമ്മലുൽ ലമീർ, ലമീർ ഉണ്ടാകും. നഹു സൈദുൻ ഖായിമുൻ ഐ ഹുവ എന്നവിടെ അർത്ഥമുണ്ട്. അതാ ഇദാലം യർഫഉ ലാഹിറൻ, ഇത് എപ്പോഴാണ് സൈദുൻ ഖായിം എന്നുള്ള അവിടെ തഖ്ദീറിൽ ഹുവ എന്നുണ്ടാവല്? അവിടെ ഖബർ മറ്റൊരു ലാഹിറായ ഇസ്മിന്, ലാഹിറായ മറ്റു വല്ലതിനും റഫ് ചെയ്തിട്ടില്ല എങ്കിലാണ്. ലാഹിറായ പദം അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ലമീർ അവിടെ ഉണ്ടാവില്ല. ഉദാഹരണം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹാദൽ ഹുക്കുമു, ഈ മുസ്തക്ക് നമ്മളിപ്പോൾ ഒരു ഹുക്കും പറഞ്ഞല്ലോ. എന്താ പറഞ്ഞു? മുസ്തക്കായ ഖബർ, മുസ്തക്കായ മുഫ്രദ് അതിലെന്തുണ്ടാകും? ലാഹിറായതിന് റഫ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ലമീർ ഉണ്ടാകുമെന്ന് പറഞ്ഞത് എപ്പോൾ മാത്രമാണ്? ഇന്നമാ ഹുവ, ആ ഹുക്കും ഉണ്ടാവുന്നത് ലിൽ മുസ്തഖിൽ ജാരി മജ്റൽ ഫീലി, ഫീല് പോലെ സഞ്ചരിക്കുന്ന, ഫീലിൻ്റെ അതേ രൂപത്തിലുള്ള മുസ്തക്കായ ഇസ്മുകൾ അല്ല മുഫ്രദുകൾക്കാണ്. ഏതുപോലെ? കസ്മിൽ ഫായിൽ, ഇസ്മു ഫായിൽ പോലെ. അത് കാരണം ഇസ്മു ഫായിൽ എന്നുള്ളത് ഫീല് പോലെ അമല ചെയ്യുന്നൊരു സാധനമാണ്. ഇസ്മുൽ മഫ്ഊൽ പോലെ, സിഫത്തുൽ മുഷബ്ബഹത്തി, സിഫത്ത് മുഷബ്ബഹ പോലെ, വസ്മി തഫ്ലീൽ, ഇസ്മു തഫ്ലീൽ പോലെ. ഇവ പോലെ ഫീലിൻ്റെ സ്ഥാനത്ത് ഫീല് പോലെ അമൽ ചെയ്യുന്ന മുസ്തക്കുകളായാലാണ് എന്തുള്ളത്? ഈ ഹുക്കുമ്. ഏത് ഹുക്കുമ്? അതിൻ്റെ കൂടെ ലമീർ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഹുക്കും ഉണ്ടാവുക. ഫഅമ്മാ മാ ലൈസ ജാരിയൻ മജ്റൽ ഫീലി, ഫീലിൻ്റെ സ്ഥാനത്ത് ഫീല് ഉള്ളതുപോലെ പോവാത്തതാണെങ്കിൽ, ഫീല് ചെയ്യുന്ന അമല് പോലൊന്നും ചെയ്യാത്തതാണെങ്കിൽ ഫലാ യതഹമ്മലു ലമീറൻ, അത് ലമീർ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് അസ്മായിൽ ആലത്തി, ഇസ്മു ആലത്ത് പോലെ. നെഹു മിഫ്താഹ് എന്നൊരു പദം, ഫൈനഹു മുസ്തഖുമിൽ ഫത്ത് എന്നുള്ള മുസ്തഖാണ്. വലാ യതഹമ്മലു ലമീർ, അതിലെന്തുണ്ടാവില്ല? ലമീർ ഉണ്ടാവുകയില്ല. ഇനി ഫൈദാ ഖുൽത ഹാദാ മിഫ്താഹു എന്ന് പറഞ്ഞാൽ ലം യകുൻ ഫീഹി ലമീറുൻ, അതിൽ ഹാദാ മിഫ്താഹുൻ ഹുവാന്നോ അങ്ങനെ ലമീർ ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് മജ്റൽ ഫീല് പോലെ ഉള്ള സാധനമല്ല. ഓക്കെ. ലം യകുൻ ഫീ വകദാലിക മാ കാന അലാ സീഗതി മഫ്അൽ എന്ന സീഗയിൽ വന്ന ഇസ്മുകളും വഖുസിദ ബിഹി സമാനു അവിൽ മക്കാനു, മാത്രമല്ല ആ മഫ്അൽ കൊണ്ട് ഒന്നെങ്കിൽ ഇസ്മു സമാനെയോ ഇസ്മു മക്കാനെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉദാഹരണം മർമ പോലെ. ഫഇന്നഹു മുസ്തഖുൻ, മർമ എന്നുള്ളത് മുസ്തഖാണ് മിന റമിയിൽ നിന്ന്. വലാ യതഹമ്മലു ലമീറൻ, ആ മർമാന്ന് ഖബറായി വന്ന അതിൽ എന്തുണ്ടാവില്ല? ലമീർ ഉണ്ടാവുകയും ചെയ്യൂല. ഇനി ഉദാഹരണത്തിന് ഫൈദാ ഖുൽത ഹാദാ മർമാ സൈദിൻ എന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശം? തുരീദു മക്കാന റമ്മിഹി ഔ സമാന റമ്മിഹി, സൈദിൻ്റെ എറിഞ്ഞതിൻ്റെ സ്ഥലമോ എറിഞ്ഞ സമയമോ ഉദ്ദേശിച്ചുകൊണ്ട് മർമാ സെയ്ദ് എന്ന് പറഞ്ഞാൽ കാനൽ ഖബർ മുസ്തഖനും, ഖബർ മുസ്തഖായിട്ടുണ്ട്, പക്ഷേ വലാ ലമീർ ഫീഹി, മുസ്തഖായിട്ടും ലമീർ ഇല്ല. എന്താ കാരണം? അത് ഫീലിൻ്റെ മജ്റയിലുള്ള സാധനമല്ല. അപ്പോൾ എന്തായി? വൈന്നമാ യതഹമ്മലുൽ മുസ്തഖു അൽ ജാരി മജ്റൽ ഫീൽ ലമീറ ഇദാ ലം യർഫ ലാഹിറൻ. അപ്പോൾ മൊത്തത്തിൽ എന്തായി? വൈന്നമാ യതഹമ്മലുൽ മുസ്തഖു, മുസ്തഖായ ഇസ്മ് ഖബർ ലമീറിനെ വഹിക്കും. എപ്പോൾ? എങ്ങനത്തെ മുസ്തഖാണ്? അൽ ജാരി, സഞ്ചരിക്കുന്ന, മജ്റൽ ഫീൽ, ഫീലിൻ്റെ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു മുസ്തഖായ
മുഫ്രദായ ഖബർ ലമീറിനെ ലമീറിനെ വഹിക്കും. എപ്പോൾ? ഇദാ ലം യർഫ ലാഹിറൻ, ലാഹിറിനിക്ക് റഫ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫഇൻ റഫഅഹു, ഇനി ആ ലാഹിറിനിക്ക് റഫ് ചെയ്താൽ ലം യതഹമ്മൽ, ലമീറിന് അത് ലമീർ ഉണ്ടാവില്ല. വദാലിക നഹു, ഉദാഹരണത്തിന് സൈദുൻ ഖായിമുൻ ഗുലാമാഹു എന്നൊരു ഉദാഹരണം. അവിടെ ഗുലാമാഹു എന്നുള്ളത് എന്താണ്? മർഫൂം ബി ഖായിമുൻ, ഖായിമുൻ എന്നതുകൊണ്ട് റഫ് കിട്ടിയതാണ്. ഫലാ യതഹമ്മലു ലമീറൻ, അതുകൊണ്ട് തന്നെ അവിടെ ലമീർ ഉണ്ടാവില്ല. മൊത്തം നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക എന്തായി? ഹാസിലു മാ ദുക്കിറ, മൊത്തം പറഞ്ഞതിൻ്റെ ഷോർട്ട് പറയുകയാണെങ്കിൽ അന്നൽ ജാമിദായ മുഫ്രദ് യതഹമ്മലു ലമീറ, ലമീറിനെ വഹിക്കും മുത്ലക്കൻ ഇന്ദൽ കൂഫിയ, കൂഫക്കാരടുത്ത് മൊത്തത്തിൽ ഏത് സാഹചര്യത്തിലും ജാമിദാണെങ്കിൽ ലമീറിനെ വഹിക്കും. വലാ യതഹമ്മലു ലമീറിൽ ബസറക്കാരടുത്ത് എന്താവില്ല? ആ വഹിക്കൂല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഇൻ ഉവ്വിലബി മുസ്തഖിൻ, അതിൽ മുസ്തഖിൻ്റെ അർത്ഥം ഉണ്ടായാലല്ലാതെ. ഇനി ജാമിദിൻ്റെ അങ്ങനെ കഴിഞ്ഞു. അന്നൽ മുസ്തഖായ മുഫ്രദ് ഇന്നമാ യതഹമ്മലു ലമീറ, ലമീറിനെ വഹിക്കും. ഇദാ ലം യർഫ ലാഹിറൻ, ലാഹിറിനെ അത് എന്താക്കിയിട്ടില്ലെങ്കിൽ, റഫ് ചെയ്തിട്ടില്ലെങ്കിൽ. വകാന ജാരിയൻ മജ്റ ഫീലി, ഫീലിൻ്റെ സ്ഥാനത്ത് ഫീല് പോലെ ജറയാനുള്ള ഇസ്മാവുകയും ചെയ്താൽ, നെഹു സൈദിൻ മുൻതലിക്കുന്ന പോലെ ഐ ഹുവ. ഫൈലം യക്കുൻ ജാരിൻ മജ്റ ഫീലി, ഫീലിൻ്റെ പോലെ അമൽ ചെയ്യുന്ന സാധനമല്ലെങ്കിൽ ലം യതഹമ്മൽ ഷയ്യൻ, ആ മുസ്തഖിൽ ലമീർ ഉണ്ടാവില്ല. ഉദാഹരണം ഹാദാ മിഫ്താഹുൻ എന്നതുപോലെ, വഹാദാ മർമാ സൈദിൻ എന്നതുപോലെ. ഇതാണ് മൊത്തത്തിൽ ഖബർ മുഫ്രദായി വന്നാൽ ഉള്ള വിധികൾ അല്ലേ. വൽ മുഫ്രദ് അൽ ജാമിദ്, ജാമിദായ മുഫ്രദ്. ഈ ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഖബർ മുഫ്രദായി വന്നാലാണ്. അപ്പോൾ ഖബർ തന്നെ മുഫ്രദും ജാമിദും ആണെങ്കിൽ ഫാരിഖുൻ, അതിൽ എന്തുണ്ടാവില്ല? ലമീർ ഉണ്ടാവില്ല. അതാണ് മുസന്നിഫിൻ്റെയും കൂഫക്കാരുടെ ബസറക്കാരുടെ അഭിപ്രായം. വൈ യുസ്തഖിൻ, മുസ്തഖാണെങ്കിലോ, മുസ്തഖായാൽ ഫഹുവ ലമീരിൻ മുസ്തഖിൻ, അതിലെന്തുണ്ടാകും? മുസ്തഖിനായ ഒരു മറഞ്ഞു കിടക്കുന്ന ലമീർ അവിടെ സങ്കല്പിക്കാനുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.